ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അമൽ. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ഫുൾ ടൈം യൂട്യൂബറാണ്, കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് ആൻഡ് ഐ റൺ മൾട്ടിപ്പിൾ ബിസിനസ്സസ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ചാനൽ സ്പെസിഫിക്കലി ചെയ്യുന്നത് മണി മേക്കിംഗ്, മാർക്കറ്റിംഗ്, യൂട്യൂബ് ഗ്രോത്ത് സ്ട്രാറ്റജീസ്, സോഷ്യൽ മീഡിയ ഗ്രോത്ത് സ്ട്രാറ്റജീസ്, ഇങ്ങനെയുള്ള കുറേ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എൻ്റെ ഉദ്ദേശം നിങ്ങളെ ഒരു നല്ലൊരു ലെവലിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോണ്ടൻറ്റ് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ആരും അങ്ങനെ ടച്ച് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് സൈഡ് ഹസിൽസ്. ഇതെല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. കാനഡയിൽ, US അതുപോലെ തന്നെ യൂറോപ്പ്, ഇന്ത്യയിലും ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന സൈഡ് ഹസിലിൽ ഒരു എഫേർട്ടും ഇടണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടേതായിട്ടുള്ള നല്ല എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് റീസെല്ലിങ് അല്ലെങ്കിൽ ഫ്ലിപ്പിംഗ്. ഇത് ഞാൻ കാനഡയിൽ വന്ന ഒരു ഫസ്റ്റ് 2 വീക്ക് ചെയ്ത് സക്സസ് ആയ ഒരു സാധനമാണ്. സോ ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഡ്സി പോയതിന് ശേഷം റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ, അതായത് നല്ല ജെന്യുവിൻ ആയിട്ടുള്ള നല്ല വേർത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന തരത്തിലുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ പിക്ക് ചെയ്യും. ആ പ്രോഡക്റ്റുകൾ പിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, ആ പ്രോഡക്റ്റുകളുടെ ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് പ്ലേസിൽ വരും. എന്നിട്ട് ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് പോസ്റ്റ് ചെയ്യും. ഇത്ര രൂപയ്ക്ക് ഞാൻ സെല് ചെയ്യുന്നു എന്നുള്ളത്. എഡ്സിയിൽ ആക്ച്വലി അതൊരു 1000 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാനൊരു 1100 രൂപയ്ക്ക് മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യും. യൂഷ്വലി ഇതിൻ്റെ 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് വരുന്ന കസ്റ്റമറിനെ നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഷിപ്പ് ചെയ്ത് തരാമെന്ന് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എഡ്സിക്കകത്തുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് റിസർച്ച് നടത്തി എനിക്ക് ആ സമയത്ത് ഏറ്റവും വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്, ഒന്ന് ലെതർ ജാക്കറ്റുകൾ, രണ്ടാമത്തത് സ്നീക്കേഴ്സ്. അതിനകത്ത് ഞാൻ എയർഫോഴ്സിൻ്റെ ഒരു 3 സ്നീക്കേഴ്സ് ഞാൻ മേടിച്ചു. എഡ്സിക്കകത്തുനിന്ന് അൺയൂസ്ഡ് ആയിട്ടുള്ള സാധനം വിത്ത് ഇൻവോയ്സ് ആൻഡ് എവറിത്തിങ് ഞാൻ മേടിച്ചത് ഒരു $170. എന്നിട്ട് ഞാനത് ഫ്ലിപ്പ് ചെയ്തത് ഒരു $212. സോ ചെറിയൊരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കതിനകത്ത് നേടാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എഡ്സി പോലത്തെ വേറെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അതിനകത്തൊക്കെ നിങ്ങൾ നോക്കുക. അതായത് നല്ല റീച്ചുള്ള പ്രോഡക്ട്സിനെ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അത് ഏറ്റവും ഡിസ്കൗണ്ടിൽ എവിടെയൊക്കെ നമുക്ക് കിട്ടോ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് നമ്മളത് റീസെല് ചെയ്യുക. ഇതിനകത്തുള്ള റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എടുക്കുന്ന പ്രോഡക്റ്റുകളുണ്ടല്ലോ, നിങ്ങൾ പിക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡിമാൻഡിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഡിമാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല, നിങ്ങളുടെ കയ്യിലിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂഷ്വലി ഫേർണിച്ചേഴ്സും ഗാഡ്ജറ്റ്സൊക്കെയാണ് ഇതിനകത്ത് നല്ല രീതിക്ക് വരുന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കാനഡ, UK ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രീ സ്റ്റഫ്സ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു കാറ്റഗറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് $10, $5 ആളുകൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും കൊടുത്ത് ഒഴിവാക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ക്ലീനൊക്കെ ചെയ്ത് വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എഡ്സിയിൽ നിന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ 3 സ്നീക്കേഴ്സ് മേടിച്ചത്. പക്ഷേ ഔട്ട് ഓഫ് നോവെയർ എനിക്കിങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇട്ടതാണ്. വർക്കൗട്ടായി. രണ്ടാമത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് AI കോണ്ടൻറ്റ് ക്രിയേറ്റിംഗ്. ഈ AI കോണ്ടൻറ്റ് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള നമ്മുടെ മാർക്കറ്റ് നോക്കിയാൽ പല ബിസിനസ്സുകൾക്കും ഒരുപാട് പൈസ അവരുടെ കോണ്ടൻറ്റ് ക്രിയേഷനിൽ സ്പെൻഡ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ വളരെ ചെറിയൊരു പൈസ സ്പെൻഡ് ചെയ്യണം, എന്നാൽ AI വെച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരുപാട് ബിസിനസ്സുകളുമായിട്ട് കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് ട്രെൻഡ് അതാണ്. സോ നിങ്ങൾക്ക് നല്ലപോലെ പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാം, ജാസ്പർ AI അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ChatGPT അല്ലെങ്കിൽ ജാസ്പർ AI നല്ലതുപോലെ മാസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ വീഡിയോ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇമേജസ്, വീഡിയോസ് യൂസിങ് AI ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത്, ആ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ടത് AI സ്ക്രിപ്റ്റ് റൈറ്റർ, AI കോണ്ടന്റ് റൈറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം. ഈ ഒരു മാർക്കറ്റിന് വാല്യൂ ഉണ്ട്, വാല്യൂ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, ഇതൊക്കെ ആർക്കെങ്കിലും വേണം. ആർക്കും അറിയില്ല, ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് UGC കോണ്ടൻറ്റ്, അതായത് യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിനെ കിട്ടിയെന്ന് വെച്ചോ, അവരൊരു പ്രോഡക്റ്റ്
അവർ സെല് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാർട്ടപ്പിന് നിങ്ങൾ മെയിൽ അയയ്ക്കുക. നിങ്ങൾക്ക് യൂസർ ജനറേറ്റഡ് കോണ്ടൻറ്റ്, അതായത് ഫോട്ടോസ്, വീഡിയോസ്, റിവ്യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിന് UGC വീഡിയോസ് അല്ലെങ്കിൽ UGC കോണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ UGC കോണ്ടൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അയച്ചു തന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അപ്പോൾ UGC കോണ്ടൻറ്റ് പല രീതിയിലുണ്ട്. ചിലത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് അയച്ചിട്ട് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം റിവ്യൂ ഇടുക എന്നുള്ളതാണ്. ചിലത് നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ട് ഒരു റിവ്യൂ ക്രിയേറ്റ് ചെയ്തിടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഫോട്ടോസും വീഡിയോസും എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. പല രീതിയിലുണ്ട്. അതിൻ്റെ വേർട്ടിക്കൽസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു, നിങ്ങളുടെ സ്കില്ലും എല്ലാം വെച്ചിട്ടിരിക്കും. ബട്ട് ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ ആൻഡ് നിങ്ങൾ ജസ്റ്റ് റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു എഫേർട്ട് മാത്രം എടുത്താൽ മതി. ഫൈനലായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്. ഇത് ഭയങ്കര ഹോട്ടായിട്ടുള്ള സ്കില്ലാണ്. ഇതൊരു സ്കില്ലായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം. ഇത് മാസ്റ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകൾക്ക് മിഡ് ജേണിയിലും ChatGPTയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ChatGPTയിൽ ചുമ്മാ പോയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT പ്രോപ്പറായിട്ട് അതിൻ്റെ ഉത്തരം തരില്ല. ChatGPTക്കകത്ത് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പ്രോംപ്റ്റ് ചെയ്യാൻ മീൻസ് ലൈക്ക് പ്രോപ്പറായിട്ട് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ വേണം. അതിപ്പോൾ ഒരു ചെറിയൊരു കാഷ്വലായിട്ട്, ഫോർ എക്സാമ്പിൾ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതണം, റൈറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരും, ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്തത്. അപ്പോൾ ആ ഒരു ChatGPT എടുത്ത് നമുക്ക് നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ദാറ്റ് മീൻസ് റൈറ്റ് എ സ്ക്രിപ്റ്റ് ഇൻ എ കാഷ്വൽ വേ, ലൈക്ക് മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ആഡ് സം ഇൻട്രോ, ആഡ് സം ഹുക്ക്, വളരെ കാഷ്വലായിട്ട് എഴുതണം, ഇത്ര വേർഡ്സിൻ്റെ അകത്ത് എഴുതണം, ഇങ്ങനെയുള്ളൊരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനത്തെ ഔട്ട്പുട്ടാണ് എനിക്ക് വരേണ്ടത്, ഇങ്ങനെയുള്ളൊരു പ്രോംപ്റ്റ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റുകൾ ഈ ബിസിനസ്സുകൾ എന്ത് ചെയ്യും, അവരുടെ ലൈക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ടീമിനോ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന് കൊടുക്കും. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള കോണ്ടൻറ്റുകൾ എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിലും ജസ്റ്റ് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് എഫിഷ്യൻ്റ് ആയിട്ട് സോൾവ് ചെയ്യാനും, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും, ഏറ്റവും ക്വാളിറ്റി ഉള്ള കോണ്ടൻറ്റുകൾ ജനറേറ്റ് ചെയ്യാനെല്ലാം കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് യൂസ് ചെയ്യണം. നമ്മൾ മോശമായിട്ടുള്ള പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത, ഡീറ്റെയിൽസ് ഇല്ലാത്ത, നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാത്ത വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ട്യൂട്ടോറിയൽസ് ഇഷ്ടം പോലെയുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, പഠിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതും അതുപോലെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള എല്ലാ ട്യൂട്ടോറിയൽ ഗുരു വീഡിയോസ് പോലെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ചുമ്മാ അപ്പ് വർക്കിൽ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, ഇതൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാറ്റഗറീസ് എല്ലാം നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് കുറച്ചൊന്ന് നീഷ് ഡൗൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റും. ആൻഡ് മേജർലി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കില്ലുണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.